നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. വീട്ടിൽ വൈദ്യുതി തകരാർ പരിഹരിക്കുകയായിരുന്ന ഇലക്ട്രീഷ്യന് പരിക്കേറ്റു. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന യാത്രികർക്കായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടു. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ നേതാവിന് പരിക്കേറ്റു. 3.5 ലക്ഷം ചിലവിൽ നവീകരിച്ച പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1 കോന്നിക്കര നേതാജി വായനശാല റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മാധ്യമപ്രവർത്തകനും ചാലക്കുടി പ്രസ് ക്ലബ് സ്ഥാപകാംഗവുമായ പി.എൻ. കൃഷ്ണൻ നായരുടെ ഓർമ്മദിനം ആചരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. വീട്ടിൽ വൈദ്യുതി തകരാർ പരിഹരിക്കുകയായിരുന്ന ഇലക്ട്രീഷ്യന് പരിക്കേറ്റു. വഞ്ചിപ്പുരയിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. വേളയിൽ ജമാലുവിന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ജമാലുവിന്റെ വീട്ടിൽ വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. സമീപവാസിയുടെ പുരയിടത്തിലെ തെങ്ങ് കടപുഴകി ജമാലുവിന്റെ വീടിന് മുകളിൽ വീഴുകയായിരുന്നു. അപകടത്തിൽ ഓടുമേഞ്ഞ വീടിന്റെ മുൻഭാഗം തകർന്നു. ഇതിനിടെ വീട്ടിൽ വൈദ്യുതി തകരാർ പരിഹരിക്കുകയായിരുന്ന ഇലക്ട്രീഷ്യന് പരിക്കേറ്റു. പെരിഞ്ഞനം സ്വദേശി കദളിക്കാട്ടിൽ വീട്ടിൽ രാജനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന യാത്രികർക്കായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടു. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന യാത്രികർ വന്യജീവികളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് വാഹനം നിർത്തണമെന്നും വന്യജീവികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഹോൺ മുഴക്കുകയോ മറ്റ് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്നും വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ IS സുരേഷ് ബാബു അറിയിച്ചു. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ വനം വകുപ്പിന്റെ എമർജൻസി ഓപ്പറേഷൻ സെന്ററുമായോ മലക്കപ്പാറ, വാഴച്ചാൽ എന്നിവിടങ്ങളിലെ വനം വകുപ്പ് ചെക്ക് പോസ്റ്റുകളിലോ സഹായം തേടണം. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ നേതാവിന് പരിക്കേറ്റു. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന കൊള്ളയ്ക്കെതിരെയും ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതിയും ഗജസമ്പത്ത് ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെയുമാണ് ബിജെപി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തിയത്. കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിലാണ് യുവമോർച്ച നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമൃത അശോകന് പരിക്കേറ്റത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ ഇവർ നടപ്പാതയിൽ തലയടിച്ച് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഇവർ പ്രാഥമിക ചികിത്സ തേടി. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ദയാനന്ദൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. 3.5 ലക്ഷം ചെലവിൽ നവീകരിച്ച പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷീബ സുരേന്ദ്രൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KSEB വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC പ്രദീപ്, ബ്ലോക്ക് മെമ്പർ റീന ഫ്രാൻസിസ്, കൃഷി ഓഫീസർ അനീറ്റ MR എന്നിവർ സംസാരിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1 കോന്നിക്കര നേതാജി വായനശാല റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. MLA മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 44.2 ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്ന തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1 കോന്നിക്കര നേതാജി വായനശാല റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഹിനിത ഷാജു സ്വാഗതം ആശംസിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MJ രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു.
മാധ്യമപ്രവർത്തകനും ചാലക്കുടി പ്രസ് ക്ലബ് സ്ഥാപക അംഗവുമായ PN കൃഷ്ണൻ നായരുടെ ഓർമ്മദിനം ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MG ബാബു അധ്യക്ഷത വഹിച്ചു. മുൻ MLA BD ദേവസി മുഖ്യപ്രഭാഷണവും പ്രസ് ക്ലബ് അംഗം അഡ്വക്കേറ്റ് PK സിദ്ദിഖ് ആമുഖ പ്രഭാഷണവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, നഗരസഭാ അംഗങ്ങളായ VJ ജോജി, TD എലിസബത്ത്, പ്രസ് ക്ലബ് സെക്രട്ടറി II അബ്ദുൾ മജീദ്, പ്രസ് ക്ലബ് ട്രഷറർ KV ജയൻ, ചാലക്കുടി NSS പ്രസിഡന്റ് KB മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 75 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. വീട്ടിൽ വൈദ്യുതി തകരാർ പരിഹരിക്കുകയായിരുന്ന ഇലക്ട്രീഷ്യന് പരിക്കേറ്റു. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന യാത്രികർക്കായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടു. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ നേതാവിന് പരിക്കേറ്റു. 3.5 ലക്ഷം ചെലവിൽ നവീകരിച്ച പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1 കോന്നിക്കര നേതാജി വായനശാല റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മാധ്യമപ്രവർത്തകനും ചാലക്കുടി പ്രസ് ക്ലബ് സ്ഥാപക അംഗവുമായ PN കൃഷ്ണൻ നായരുടെ ഓർമ്മദിനം ആചരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.